ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഡ്രീം കളക്ഷൻസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും നവരത്നത്തിൻ്റെ വീഡിയോ കണ്ടിട്ട് ഭയങ്കര അഭിപ്രായമായിരുന്നു കേട്ടോ. എനിക്കും ഭയങ്കര സന്തോഷമായി. കാരണം നമ്മുടെ കയ്യിൽ നല്ല കളക്ഷൻസ് ഉണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ ദാ ഈ ലക്ഷ്മി കളക്ഷൻസും നല്ലതാണ്. നിങ്ങളൊക്കെ നോക്കുക. വിഷുവൊക്കെ അല്ലേ വരണേ. ഞാൻ ഇടാൻ കുറച്ച് ലേറ്റായി എന്നറിയാം, എന്നാലും സാരില്ല. നമ്മളിപ്പോൾ വിഷുവിന് മാത്രമല്ലല്ലോ, എപ്പോഴും നമുക്കിഷ്ടമുള്ള ഓർണമെൻറ്റ്സ് ഇപ്പോൾ ഇന്ന ഫംഗ്ഷനൊന്നുമില്ല, ഏത് അവസരത്തിലും നമ്മൾ ഉപയോഗിക്കാറുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ പ്ലേറ്റഡ് ഓർണമെൻറ്റ്സ് ആകുമ്പോൾ നമ്മൾ ഒരു വട്ടിട്ടിട്ട് അയ്യോ കളറ് പോകില്ലോ എന്ന് വിചാരിച്ചിട്ട് നീക്കി വയ്ക്കേണ്ട കാര്യമില്ല. നിങ്ങൾ ഇട്ട് മാക്സിമം യൂസ് ചെയ്ത് കളറ് പോകുമ്പോൾ നിങ്ങളെനിക്ക് ഒരു മെസ്സേജ് അയക്കുക, ആൻറ്റി ഇതേ എൻ്റെ കളറ് പോയില്ലോ, എന്ത് ചെയ്യണം എന്ന്. അപ്പോൾ ഞാൻ എൻ്റെ അഡ്രസ്സ് സെൻഡ് ചെയ്ത് തരും. നിങ്ങളത് ഇങ്ങോട്ട് അയക്കുക, ഞാൻ പ്ലേറ്റ് ചെയ്ത് തിരിച്ച് നിങ്ങൾക്ക് അയച്ചു തരും. ഇതാണ് നമ്മുടെ ഫോർമാറ്റ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ നമ്മുടെ ലക്ഷ്മിയുടെ മാലകളാണ്. അപ്പോൾ നിങ്ങൾ ഫോട്ടോസൊക്കെ ഇപ്പോൾ ആദ്യം കാണുക. അത് കഴിഞ്ഞിട്ട് ഞാൻ എന്താ വീഡിയോ ഭംഗിയിൽ ഞാൻ ഓരോന്നും ഇന്നിപ്പോൾ ഞാനിങ്ങനെ ഇവിടെ കുട്ടികളാരുമില്ല, അപ്പോൾ ഞാൻ എൻ്റെ ഓൺ വോയിസിൽ ഒപ്പം ഇങ്ങനെ നോക്കി എടുക്കുക ചെയ്തേക്കണം. വിശദമായിട്ട് എടുത്തിട്ടുണ്ട്. അതുപോലെ വല്ല സൗണ്ടിൻ്റെ ഒരു ഡിസ്റ്റർബൻസ് ഉണ്ടെങ്കിൽ ക്ഷമിക്കാം കേട്ടോ. കാരണം ഞാൻ മൈക്ക് വെക്കാണ്ടാണ് അത് എടുക്കുന്നത്. കുട്ടികളാരും ഇവിടെ ഇല്ലാത്ത കാരണം എനിക്കിനി അതെങ്ങനെയാണ് ചെയ്യുക എന്നുള്ളത് വലിയ പിടുത്തമില്ല. വല്ല അബദ്ധം കാണിച്ച് വെച്ചിട്ട് ഒന്നും ഇല്ലാണ്ടാവണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് എനിക്ക് പറ്റാവുന്ന പോലെ ഞാൻ ഫാൻ വരെ ഓഫ് ചെയ്തിട്ടാണ് പിന്നെ അവസാനം ഞാൻ ഒരു ഫാൻ ഇട്ടിട്ടാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാവും. പിന്നെ നിങ്ങൾക്ക് എന്നെ ഇപ്പോഴല്ലല്ലോ, കുറേ വർഷങ്ങളായിട്ട് പരിചയമുള്ളതല്ലോ. അപ്പോൾ ഞാൻ എന്താണ് എങ്ങനെയാണെന്നൊക്കെ നിങ്ങൾക്കറിയാം. എനിക്ക് ഇത്രയ്ക്കൊക്കെ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ്. അപ്പോൾ ഇനി നിങ്ങൾ വീഡിയോസൊക്കെ കാണുക. ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് ഞാൻ ഓരോന്നിനെക്കുറിച്ചും വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ആരും ഇല്ലാത്തതുകൊണ്ട് വളരെ സൗകര്യമായിട്ട് എനിക്ക് എടുക്കാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയുക, ആവശ്യമുള്ളത് ഓർഡർ ചെയ്യുക കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ നിങ്ങൾ തുടർന്ന് കാണുക. ഇത് നമ്മളുടെ കയ്യിൽ ലക്ഷ്മിയിലത്തെ ഏറ്റവും ചെറിയ ലോക്കറ്റാണ് കേട്ടോ. ഇതെന്ന് പറഞ്ഞാൽ ഇങ്ങനെ നോക്കും പറയാം, ഈ 2 വിരലിൻ്റെ വട്ടത്തിലാണ് ഉള്ളത്. ഫുൾ റൂബി സ്റ്റോൺസാണ്. എനിക്ക് എത്രമാത്രം ഇതിങ്ങനെ ലൈവ് പറയാൻ പറ്റുന്നുള്ളത് എനിക്കറിയില്ല. പറ്റാവുന്നിടത്തോളം പറയാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ ഇതിൻ്റെ ബാക്ക് ഇതെങ്ങനെയാണ് വരുന്നത്. ഡബിൾ സൈഡ് ഇടാൻ പറ്റുന്നതല്ല കേട്ടോ, കാരണം ഇവിടെ കണ്ടോ ഗ്യാപ്പ് കണ്ടോ. അപ്പോൾ അതുകൊണ്ട് ഡബിൾ സൈഡ് ഇടാൻ പറ്റില്ല. അപ്പോൾ ഇതാണ് ഞാൻ കാണിക്കുന്ന ഫസ്റ്റ് മാല. അപ്പോൾ ഇതാണ് സെക്കൻഡ് മാല. നേരത്തെ നമ്മൾ കണ്ടപ്പോൾ ഇവിടെ ഫുൾ റൂബി ഉണ്ടായിരുന്നു. ഇവിടെ ഇത് മാത്രമേ ഉള്ളൂ. പക്ഷേ ലോക്കറ്റ് കുറച്ച് വലിപ്പം കൂടുതലുണ്ട്. അതിനേക്കാളും റേറ്റിൽ വലിയ വ്യത്യാസമൊന്നും വരില്ല. സംഭവം കുറച്ച് വലിപ്പം കൂടുതൽ ലോക്കറ്റ് ഇതാണെങ്കിൽ സ്റ്റോൺസ് മൊത്തം അതിനാണ്. ഇതിൻ്റെയും ബാക്ക് വരുന്നത് ഇങ്ങനെയാണ്. അതുപോലെ ഇത് നമ്മുടെ മാലയമ്മ നമുക്ക് സെപ്പറേറ്റ് ചെയ്തെടുക്കാൻ പറ്റില്ല കേട്ടോ. കുറേ പേര് ഇങ്ങനെ സെപ്പറേറ്റ് ലോക്കറ്റ് ഉണ്ടോ എന്ന് ചോദിക്കും. ലോക്കറ്റ് ഉണ്ട്, പക്ഷേ ഇതൊക്കെ ഇങ്ങനെ അറ്റാച്ച്ഡാണ്. അപ്പോൾ ഇത് ഈ പറഞ്ഞ പോലെ നല്ല ഭംഗിയുള്ളൊരു മാലയാണ് കേട്ടോ. ഇതിപ്പോൾ 6 പിടിയാണ്. നിങ്ങൾക്കിങ്ങനെ 8 പിടി വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇവിടെ നിന്ന് അങ്ങോട്ട് ചെയിൻ എക്സ്റ്റെൻഡ് ചെയ്ത് തരും. അത് വട്ടക്കണ്ണിയല്ല, ചെയിൻ വേണമെങ്കിൽ ചെയിൻ, അല്ലെങ്കിൽ ഇതുപോലെ വട്ടക്കണ്ണി ഇട്ടിട്ട് ഇറക്കിയിട്ടാലും മതി. അപ്പോൾ ഇതാണ് നമ്മുടെ രണ്ടാമത്തെ മാല. ഇത് നമ്മുടെ മൂന്നാമത്തെ മാല. ഇതുമ്മ കണ്ടോ സ്റ്റോൺസ് ഒന്നുമില്ല. അതുകൊണ്ട് തന്നെ സ്റ്റോൺ ഇല്ലാത്ത ലോക്കറ്റും മാലകൾക്കൊക്കെ വിലയ്ക്ക് നല്ല വ്യത്യാസം വരും കേട്ടോ. അപ്പോൾ ഇത് സ്റ്റോണൊന്നുമില്ലാത്ത എന്നാൽ ഏറ്റവും ഭംഗിയുള്ള ഒരു മാലയാണ്. ലക്ഷ്മി തന്നെയാണ്. അപ്പോൾ ഞാൻ വിഷു അല്ലേ, എന്നാൽ പിന്നെ അങ്ങനെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ബാക്ക് ഇങ്ങനെയാണ് വരുന്നത്. കണ്ടോ അടച്ച് കെട്ടിയതാണ് കണ്ടോ, ഇങ്ങനെ അടച്ച് കെട്ടിയ സംഭവമാണ് വരുന്നത്. ഇതാണ് നമ്മുടെ ലക്ഷ്മി ലോക്കറ്റിൻ്റെ മൂന്നാമത്തെ മാല കേട്ടോ. ഇത് നമ്മുടെ 4ാമത്തെ മാല. ഇത് വൈറ്റാണ് കേട്ടോ. സ്റ്റോൺസ് ഫുൾ വൈറ്റാണ്. ഒരു പ്രത്യേക ഭംഗിയാണ്. അപ്പോൾ ഞാനിത് ശരിക്കും പറഞ്ഞാൽ സൈസ് അനുസരിച്ചാണ് കാണിക്കണത് കേട്ടോ. ഏറ്റവും ചെറുത് തൊട്ട് ഒക്കെ ഏകദേശമൊക്കെ ഒരു വലിപ്പം തന്നെ, എന്നാലും അങ്ങനെ വിചാരിച്ചാൽ മതി കേട്ടോ. അപ്പോൾ ഇതും ഇങ്ങനെ ഒരു മാലയാണ്. ഇതിന് ഇത്തിരി വലിപ്പം കൂടുതലുണ്ട്. ഇത് ഫുൾ വൈറ്റാണ്. ഇതിൻ്റെ ബാക്ക് ഇങ്ങനെയാണ് കേട്ടോ വരുന്നത്. കണ്ടോ, അപ്പോൾ വ്യക്തമായി എന്ന് വിചാരിക്കുന്നു. ഇത് നമ്മുടെ 5ാമത്തെ മാല. ഇത് നമ്മൾ നേരത്തെ കണ്ട വൈറ്റിൻ്റെ റൂബിയാണ്. അപ്പോൾ റൂബി എന്ന് പറയുമ്പോൾ കുറച്ചും കൂടി വൈറ്റിനേക്കാളും കുറച്ചും കൂടി വില കൂടുതലുള്ള ഒരു ഐറ്റമാണ് കേട്ടോ. പക്ഷേ അതിൻ്റെ കാഴ്ചയിൽ അതിൻ്റെ ഇരട്ടി ഭംഗിയുണ്ട്. വെള്ളയ്ക്ക് ഭംഗിയുണ്ട്, അതനുസരിച്ച് അതിനേക്കാൾ കുറച്ചും കൂടി ഭംഗി റൂബിയുണ്ട്. പിന്നെ ചിലർ റൂബിയാണ് കൂടുതലായിട്ട് ചോദിക്കുക. അപ്പോൾ ഇതാണ് ആ റൂബി സ്റ്റോണായിട്ടുള്ള ലക്ഷ്മി മാല. ഇതും ഈ പറഞ്ഞ പോലെ 3 ബോളും പിന്നെ ലക്ഷ്മി ലോക്കറ്റ് ഫുള്ള് ഇങ്ങനെയാണ് അതിൻ്റെ ബാക്ക് വരുന്നത്. കണ്ടോ, ഇങ്ങനെയാണ് സംഭവം കേട്ടോ.
ഇത് നമ്മുടെ 6ാമത്തെ മാല. എന്ത് ഭംഗിയാന്ന് നോക്കി, കണ്ടോ, 3 ലക്ഷ്മിയും. അതനുസരിച്ച് ഇത് ചെറുതാണ് കേട്ടോ. ശരിക്കും നിങ്ങൾ ആദ്യം കണ്ട ലോക്കറ്റിൻ്റെ അത്ര സൈസില്ല, പക്ഷെ ഒരു പ്രത്യേക ഭംഗിയാണ് ഇത് കാണാനായിട്ട്. ഇതിൻ്റെ തന്നെ എനിക്ക് തോന്നുന്നു വലുതുണ്ട് തോന്നുന്നുണ്ട്, നമ്മളിങ്ങനെ നോക്കി നോക്കി പോകുമ്പോൾ കാണാം കേട്ടോ ഉണ്ടെങ്കിൽ. അപ്പോൾ ഇത് ഇങ്ങനെയാണ് വരുന്നത്. ഭയങ്കര ഭംഗിയാണ് കാണാനായിട്ട് കേട്ടോ. ഇത് 6 പിടിയാണ് ശരിക്ക്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് 8 പിടി വേണമെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ, ബാക്കിൽ ചെയിനിട്ട് എക്സ്റ്റെൻഡ് ചെയ്യാം, അല്ലെങ്കിൽ വട്ടക്കണ്ണിയിട്ട് എക്സ്റ്റെൻഡ് ചെയ്യാം, അങ്ങനെ ചെയ്യാം. ദാ ഇതിങ്ങനെയാണ് ഇതിൻ്റെ ബാക്ക് വരുന്നത് കണ്ടോ. നല്ല ഭംഗിയുള്ളൊരു, എന്താ പറയുക, ഏത് പ്രായക്കാർക്കും ഇടാം. വളരെ സിമ്പിളായിട്ടുള്ള സംഭവമാണ് കേട്ടോ. ഇത് നമ്മുടെ 7ാമത്തെ മാലയാണ്. ദാ ഇത് ഇങ്ങനെയാണ് അതിൻ്റെ ഇത് വരുന്നത് കണ്ടോ. നല്ല ഭംഗിയില്ലേ കാണാനായിട്ട്. അപ്പോൾ ദേ ഞാൻ ലോക്കറ്റ് ഇങ്ങനെ വെക്കുന്നത് നിങ്ങൾക്ക് ഏകദേശം സൈസ് അറിയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇത് ഇങ്ങനെയാണ് ഇതിൻ്റെ സൈസ് വരുന്നത്. ഭയങ്കര ഭംഗിയാണ് കേട്ടോ കാണാനായിട്ട്. ഇതിൻ്റെ ലക്ഷ്മിയാണിത്. അപ്പോൾ ഇതിൻ്റെയൊക്കെ കമ്മലുകളും ഞാൻ കഴിഞ്ഞ 2 ദിവസം മുമ്പത്തെ വീഡിയോയിൽ കമ്മലുകൾ കാണിച്ചിട്ടുണ്ട്, ലക്ഷ്മിയുടെയും കാശും. ഇതിൻ്റെ ബാക്ക് ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ എത്രാമത്തെയാണ്, 7ാമത്തെ മാല കേട്ടോ. ഇത് നമ്മുടെ 8ാമത്തെ മാല. ഇതും എങ്ങനെയാണെന്ന് വെച്ചാൽ കണ്ടോ, നാഗപടത്തിൻ്റെയൊക്കെ ആ ഒരു ട്രഡീഷണൽ ലുക്കുള്ള പാറ്റേണാണ്. അപ്പോൾ അത് ഇങ്ങനെയാണ് വരുന്നത്. കാണാൻ നല്ല ഭംഗിയാണ്. ഇതിൻ്റെ തന്നെ റൂബി ഉണ്ട്, ഞാൻ നിങ്ങൾക്ക് കാണിക്കാം കേട്ടോ. വൈറ്റിൽ വളരെ കുറവാണ് വരുന്നത്, അധിക ഭാഗം റൂബിയാണ്, അല്ലെങ്കിൽ റൂബി വൈറ്റൊക്കെയാണ് വരുന്നത്. അപ്പോൾ ഇത് ഇങ്ങനെ ഒരു ഐറ്റം, നല്ല ഭംഗിയുള്ള ഒരു മാല തന്നെയാണ് ഇത്. ഇപ്പം ഞാൻ ഈ കാണിക്കുന്ന ഒരുവിധമൊക്കെ 6 പിടിയാണ്, അങ്ങനെയാണ് സാധാരണ വരിക. അപ്പോൾ ബാക്ക് ചെയിൻ ഇട്ടിട്ട് ഒരു 8 പിടി ആക്കി കഴിഞ്ഞാൽ നമ്മുടെ സാരിയുടെ ഫസ്റ്റ് ഫ്ലീറ്റിൻ്റെ മുകളിൽ, അല്ലെങ്കിൽ ചുരിദാറാണെങ്കിൽ നെക്കിൻ്റെ താഴെ വന്ന് നിൽക്കും. അങ്ങനെ നിൽക്കുന്നതാണ് ഇത് കുറച്ചും കൂടി ഭംഗി. നെക്കിൻ്റെ മുകളിൽ കിടക്കണേക്കാളും കുറച്ചും കൂടി താഴെ കിടക്കുന്നതാണ് ഇതിൻ്റെ ഭംഗി കേട്ടോ. ഇതിങ്ങനെ അടച്ച് കെട്ടിയിട്ടുള്ള പാറ്റേണാണ് കേട്ടോ, അടച്ച് കെട്ടിയിട്ടുള്ളതാണ്. അപ്പോൾ ഇത് നമ്മുടെ 9ാമത്തെ മാല. ഇതിന് ഇതാ കണ്ടോ, ഇത് ബ്ലൂ ആണ് ഉള്ളിൽ വന്നിട്ടുള്ളത്. ഇതാ ഇങ്ങനെയാണത്. ഞാൻ പറഞ്ഞില്ലേ റൂബി വരുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയുണ്ടെന്ന് കണ്ടോ. റൂബി വന്നപ്പോൾ ഒരു ഇടുപ്പാണ് അതിന്. അപ്പോൾ റൂബി ആണെച്ചാൽ എല്ലാത്തിനും ചേരും. പക്ഷേ ചിലരെങ്ങനെയാണെന്ന് വെച്ചാൽ വൈറ്റ് മാത്രം യൂസ് ചെയ്യുന്നവരുണ്ട്. അപ്പോൾ അതാണ് ഞാൻ വൈറ്റും റൂബിയും മാറി മാറി രണ്ടിനും 2 ഭംഗിയാട്ടോ. ഞാനിങ്ങനെ പറഞ്ഞു എന്നുള്ളൂ. ഓരോന്നിനും ഓരോരുത്തരുടെ ഇഷ്ടമാണ്, വാങ്ങിക്കലും കാണലൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ് കേട്ടോ. ഞാനിങ്ങനെ പെട്ടെന്ന് എനിക്ക് പേഴ്സണലി റൂബിയാണ് കൂടുതൽ ഇഷ്ടം, അതുകൊണ്ടാണ് ഞാൻ റൂബീനെ കുറച്ചും കൂടി ഭംഗി പറയണത് കേട്ടോ. നമ്മളങ്ങനെയാണല്ലോ. അപ്പോൾ അത് കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ റൂബി, ഇതിൻ്റെ ബാക്ക് അതെ അടച്ച് കെട്ടിയിട്ടുള്ളതാണ് കേട്ടോ. ഇത് നമ്മൾ നേരത്തെ കണ്ടില്ലേ, ബ്ലൂ കണ്ടു, മെറൂൺ കണ്ടു. അതിൻ്റെ തന്നെ ബ്ലാക്കാണ് കേട്ടോ. ബ്ലാക്ക് ഞാൻ ഗ്രീനാണ്. ഇങ്ങനെ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലാവണം കേട്ടോ. കാണുമ്പോൾ ഡാർക്ക് ഗ്രീൻ ആയതുകൊണ്ട് ബ്ലാക്ക് പോലെ തോന്നണം, പക്ഷേ ഇത് ഗ്രീനാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് തോന്നുന്നു. അപ്പോൾ ഇതിങ്ങനെ 3 കളറാണ് ഇപ്പോൾ നമ്മുടെ കയ്യിലുള്ളത്, മെറൂണും ബ്ലൂവും ഗ്രീനും. അതായത് നമ്മുടെ ട്രഡീഷണൽ പാലക്കേടൊക്കെ 3 കളർ ഉണ്ടല്ലോ അത്. പിന്നെ വളരെ അപൂർവമാണ് ബ്ലാക്ക് വരുന്നത്. അപ്പോൾ ഇത് 3ഉം ഒരേ ഡിസൈനിൽ 3 കളറാണെന്ന് മാത്രം കേട്ടോ. ഇതാ ഇതിങ്ങനെയാണ് ഇതിൻ്റെ ബാക്ക് വരുന്നത്. അപ്പോൾ ഇത് നമ്മുടെ 10 മാലകൾ ഞാൻ ഒന്നും കൂടി ഇങ്ങനെ കാണിക്കാം. അപ്പോൾ നിങ്ങളുടെ മനസ്സിൽ അതൊന്നും കൂടി മനസ്സിലാവുമല്ലോ. എൻ്റെ ബാക്ക്ഗ്രൗണ്ടും കാര്യങ്ങളൊന്നും നോക്കരുത്. ഇവിടെ ആരും ഇല്ലാത്ത സമയം നോക്കി ഞാൻ വേഗം ഇങ്ങനെ എന്താ പറയുക, വോയിസ് ഓവർ കൈയോടെ ലൈവായിട്ട് എടുക്കണതാണ് കേട്ടോ. കാരണം ഇനി വോയിസ് ഓവർ കൊടുക്കാനൊന്നും സമയമില്ല. സമയം എന്താ നോക്കി ഓൾറെഡി 12:30 എനിക്ക് 2 മണിക്ക് ഇത് അപ്ലോഡ് ചെയ്യേണ്ടതാണ്. ഇനിയും ഇത്രയും കിടക്കുന്നുണ്ട് ബാക്കി എടുക്കാനായിട്ട് കേട്ടോ. ഇവിടെയൊക്കെ കിടക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ വേഗം എടുക്കട്ടെ കേട്ടോ. ഇത് ഒരു വെറൈറ്റി ലക്ഷ്മി മാറിയിട്ട് ഇങ്ങനെയാണ് ഒരു ലോക്കറ്റ് കേട്ടോ. കാണാൻ നല്ല ഭംഗിയാണ്. അപ്പോൾ ഇതിനോട് താല്പര്യമുള്ളവർക്ക് ഇതെടുക്കാം. കണ്ടോ നല്ല ഭംഗിയില്ലേ കാണാനായിട്ട്. ഇത് ഈ പറഞ്ഞ പോലെ അത്ര വലിപ്പമില്ല. ഇതാണ് കേട്ടോ അതിൻ്റെ സൈസ്. എൻ്റെ 2 വിരൽ വയ്ക്കുമ്പോൾ ഉള്ള സൈസാണ്. അപ്പോൾ നിങ്ങൾക്ക് സൈസ് നോക്കണമെങ്കിൽ ഇതിങ്ങനെ നോക്കാം കേട്ടോ. അല്ലെങ്കിൽ എന്നോട് എത്ര സെൻറ്റിമീറ്ററാണെന്നൊക്കെ ചോദിച്ചാൽ പെട്ടുപോകും ഞാൻ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ സൈസ്. ഇതിൻ്റെ ബാക്ക് ഇങ്ങനെ പ്ലെയിനായിട്ടാണ് വരുന്നത് കേട്ടോ. നല്ല ഭംഗിയില്ലേ കാണാനായിട്ട്. ഇതിൽ നിന്നൊക്കെ വിട്ട് ഒരു വെറൈറ്റി കൃഷ്ണനും രാധയും. ഇത് ഇങ്ങനെ ഒരു സംഭവം. ഞാൻ നമ്പറൊക്കെ മറന്നുപോയി. കാരണം ഇനിയിപ്പോൾ 1 വെച്ചിട്ട് നമ്പർ എണ്ണാൻ നിന്ന് കഴിഞ്ഞാൽ എൻ്റെ സമയം പോകും.
അപ്പോൾ അതുകൊണ്ട് ഞാൻ നമ്പർ ഇടുന്നില്ല. അപ്പോൾ ഇത് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. പിന്നെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എൻ്റെ സ്റ്റഡിൽ ഇതേ സെയിം സ്റ്റഡ് നമ്മുടെ കയ്യിലുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെ സ്റ്റഡ് അടക്കം വേണ്ടവർക്ക് പറയാം. നമ്മുടെ റൂബി കളക്ഷനിൽ, റൂബി സ്റ്റഡിൻ്റെ കളക്ഷനിൽ ഈ സംഭവം കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഇപ്പോൾ ഈ എടുത്ത കമ്മലുകൾക്കൊക്കെ മാച്ചുള്ള ഈ മാലകൾക്കൊക്കെ മാച്ചുള്ള സ്റ്റഡുകൾ നമ്മുടെ കയ്യിലുണ്ട്. അതുപോലെ ജിമിക്കികളും ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇതിങ്ങനെയാണ് ഇതിൻ്റെ ബാക്ക് വരുന്നത്. കാണാൻ നല്ല ഭംഗിയുള്ള ഒരു എന്താ പറയുക ഒരു മാലയാണത്. ഒക്കെ 6 പിടിയാണ്. ഞാൻ ഇനി തിരിച്ച് പറയണ്ടല്ലോ, 8 പിടി വരുമ്പോൾ ഞാൻ തിരിച്ച് പറയാം കേട്ടോ. ഇത് ഈ പറഞ്ഞ പോലെ ഒരു വെറൈറ്റിയാണ് കണ്ടോ. 2 ഇലകളുടെ ഇടയിൽ സ്റ്റോണൊക്കെ ആയിട്ട് ഇങ്ങനെ ഒരു മാല. ഇത് കണ്ടമാനം നമ്മൾക്ക് പോയിട്ടുള്ള ഒരു ഐറ്റം കേട്ടോ. എന്താണെന്ന് എനിക്കറിഞ്ഞൂടാ. ഇനി എന്തെങ്കിലും പ്രത്യേകത ഉള്ളതാണോയെന്നും എനിക്കറിയില്ല. പക്ഷേ ഇത് നമ്മളുടെ കയ്യിൽ നിന്ന് കുറേ പോയിട്ടുണ്ട്. നല്ല ഭംഗിയുള്ള ഒരു മാലയാണ്. ഇത് ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ. ഇങ്ങനെയാണ്, അതായത് ഈ ലക്ഷ്മിയുടെ ഈ പോർഷൻ മുന്നിലേക്ക് തള്ളിയിട്ടാണ് നിൽക്കുന്നത് കണ്ടോ. ഇങ്ങനെ പറ്റിക്കെടുക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്ന് വിചാരിക്കണം. ഇങ്ങനെ കുറച്ച് മുന്നിലേക്കാണ്, അതായത് ഇതിൻ്റെ ഉള്ളിൽ കുഴി കാണുമ്പോൾ മനസ്സിലാവില്ല, അത്രയും ഇങ്ങനെ മുന്നിലേക്ക് തള്ളിയിട്ടാണ് നിൽക്കുന്നത് കേട്ടോ. കാണാൻ നല്ല ഭംഗിയാണിത്. അപ്പം ഇത് അടുത്തൊരു മാല. ഇത് നമ്മുടെ പാലക്കയുടെ അതിലുള്ള ലക്ഷ്മി ഇരിക്കുന്ന ഒരു മാല. കാണാൻ നല്ല ഭംഗി. ഇതിൻ്റെ വർക്ക് കുറേ കൂടുതലാട്ടോ. ഇതിൻ്റെ ലോക്കറ്റിൻ്റെ വലിപ്പം കൊണ്ടോ നിങ്ങളിത് ഇങ്ങനെ വരും. എൻ്റെ 3 വിരൽ കഴിഞ്ഞിട്ട് കുറച്ചും കൂടി ഉണ്ട്. കാണാൻ നല്ല ഭംഗിയാണ്. പട്ട് സാരികളുടെ മുകളിൽ അല്ലെങ്കിൽ സെറ്റ് മുണ്ടിൻ്റെ മുകളിൽ ഒക്കെ ഇത് ഇടുമ്പോൾ കാണാനൊരു പ്രത്യേക, അതിപ്പോൾ ചുരിദാറിൻ്റെ മുകളിലായാലും ഭംഗിയാട്ടോ. ഞാൻ പറഞ്ഞില്ലേ, നെക്ലസിനേക്കാളും കുറച്ചും കൂടി ഇതുപോലെ ഇറക്കായിട്ട് നെക്കിൻ്റെ താഴെ കിടക്കുന്നതാണ് ഇങ്ങനെയുള്ള മാലകൾക്ക് ഭംഗി. അല്ലെങ്കിൽ നമ്മൾ പറയില്ല ആനയ്ക്ക് നെറ്റിപ്പട്ടം കെട്ടിയ പോലെ എന്ന് പറയും. അതായത് കഴുത്തിൻ്റെ മുകളിൽ ഇത്ര വലിയ ലോക്കറ്റൊക്കെ കിടക്കുമ്പോൾ അത് ഒരു പരിധിവരെ ആരും ഉപയോഗിക്കാറില്ല. പക്ഷെ അങ്ങനെ ഇഷ്ടപ്പെടുന്നവരുണ്ട്, അവരെ കുറ്റം പറയില്ല. ചിലർക്കത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പക്ഷേ ഞാനിത് പറയുമ്പോൾ ഇത്ര വലിപ്പമാണ് ഇങ്ങനെയാണെന്ന് പറയണല്ലോ. അപ്പം അതുകൊണ്ടാണ്. ഇത് കണ്ടോ, ഗ്രീനാണ് കേട്ടോ ഈ സൈസ്. ഇത് ഗ്രീനാണ്. ഇനി ഇതിൻ്റെ ബാക്ക് കാണണ്ടേ നമുക്ക്. അടച്ച് കെട്ടിയതാണ് കണ്ടോ, ഇങ്ങനെ അടച്ച് കെട്ടിയ സംഭവമാണ് കേട്ടോ. ഇതൊക്കെ നമ്മളുടെ ഓർണമെൻറ്റ്സ് ഒക്കെ റീപ്ലേറ്റ് ചെയ്ത് യൂസ് ചെയ്യാവുന്നതാണ്. ഒരു പ്രാവശ്യം നിങ്ങൾ വാങ്ങിക്കഴിഞ്ഞാൽ പിന്നെ എത്ര കാലം വേണമെങ്കിലും ഉപയോഗിക്കാം. അതുപോലെ പൊട്ടിക്കഴിഞ്ഞാൽ നമുക്ക് വിളക്കി ചെയ്യാം. പക്ഷേ വിളക്കി ചെയ്യുമ്പോൾ അതിൻ്റേതായ കുറച്ച് ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും ഉണ്ട് എന്ന് മാത്രം കേട്ടോ. ഇത് കണ്ടോ, ഇത് ഈ പറഞ്ഞ പോലെ ഭയങ്കര ഭംഗിയില്ലേ കാണാനായിട്ട്. ഇതിൻ്റെ വലിപ്പം നോക്കിയേ, എൻ്റെ 3 വിരലിൻ്റെ മുക്കാലിക്കുണ്ട് കണ്ടോ. ഇത്രയ്ക്കുണ്ട് സംഭവം. കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ. അപ്പോൾ എനിക്കിപ്പോൾ ഒരു സംശയമുണ്ട്. ഞാൻ ഇതെടുക്കുമ്പോൾ ഒരു ചെറിയൊരു കാറ്റിൻ്റെ ഒച്ചയുണ്ടാവും. പക്ഷേ ഫാൻ ഇടാണ്ടിരിക്കാൻ യാതൊരു നിവൃത്തിയില്ല കേട്ടോ. ഭയങ്കര ചൂട്. ഇപ്പോൾ എ സിയിലായാലും ഒച്ചയുണ്ടാവും. അപ്പോൾ അത് ക്ഷമിക്കുക. ഞാൻ കുട്ടികൾ പുറത്തു പോയ കാരണം ഞാൻ മൈക്ക് വാങ്ങി വയ്ക്കാൻ മറന്നുപോയി. അപ്പോൾ അത് ക്ഷമിക്കുക കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ കണ്ടോ അടിഭാഗം വരുന്നത്. ഇങ്ങനെയാണ്. ഇതൊന്നും ഊരിയെടുക്കാൻ പറ്റുന്ന പാറ്റേൺ അല്ല കേട്ടോ. ഞാനത് ആദ്യം പറഞ്ഞിട്ടുണ്ട്, എന്നാലും ഞാൻ ഒന്നും കൂടി പറയാണ്. ഇതിപ്പോൾ നിങ്ങൾ കാണുമ്പോൾ ഇവിടെ ഒരു മണി ഇല്ലാണ്ട് കാണുന്നുണ്ട്. നമ്മളതൊക്കെ ഇട്ടിട്ടാണ് കേട്ടോ. ഇത് നമ്മൾ പ്ലേറ്റ് ചെയ്ത് കൊണ്ടുവരുമ്പോൾ മണികളൊക്കെ ഊരി വെച്ചിട്ട് മണികൾ സെപ്പറേറ്റാണ് പ്ലേറ്റ് ചെയ്യുക, എന്നിട്ട് അതും ഇടുകയാണ് ചെയ്യുക. അപ്പോൾ ഇട്ടപ്പോൾ ഒരെണ്ണം ഇടാൻ വിട്ടു പോയിട്ടുള്ളതാണ്. അപ്പോൾ നമ്മളതൊക്കെ ഓക്കെ ആക്കിയിട്ടാണ് കേട്ടോ കൊണ്ടുവരിക. അപ്പോൾ അതുപോലെ നമ്മൾ കല്ലുകളുടെ കാര്യമൊക്കെ നോക്കിയിട്ടാണ് നിങ്ങൾക്ക് അയക്കുക. ഇത് ഈ പറഞ്ഞ പോലെ കണ്ടോ, നല്ല വലിയ ലോക്കറ്റ്. എൻ്റെ 4 വിരലിൻ്റെ നീളമുള്ള ലോക്കറ്റ് കണ്ടോ. ശരിക്കും ഇവിടെ നിന്ന് തൊട്ട് തുടങ്ങണം കണ്ടോ. ഇങ്ങനെ 4 വിരലിൻ്റെ നീളമുണ്ട്. നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം. അതായത് ഇത്ര നീളമുള്ളതാണ്. കാണാനൊരു പ്രത്യേക ഭംഗിയാണ് കേട്ടോ. സാരിയുടെയൊക്കെ മുകളിൽ ഇതൊരെണ്ണം കിടന്നാൽ പിന്നെ വേറെ ഒന്നും വേണ്ട. ഒന്നെങ്കിൽ ഒരു വലിയ ജിമിക്ക് അല്ലെങ്കിൽ ഒരു കുഞ്ഞി സ്റ്റഡ് ഏതെങ്കിലും ഒന്ന് ഉപയോഗിച്ചാൽ രണ്ടും അതിന് ഭംഗിയാണ്. ഇതിൻ്റെ ബാക്ക് കാണണ്ടേ നിങ്ങൾക്ക്. ഇങ്ങനെയാണ് ഇതിൻ്റെ ബാക്ക് വരുന്നത് കണ്ടോ. ഇതൊക്കെ ഗോൾഡ് പ്ലേറ്റഡ് ഓർണമെൻറ്റ്സ് ആണ് നമ്മളുടെ കയ്യിലുള്ളതൊക്കെ കേട്ടോ. അപ്പോൾ ഇതാണ് സംഭവം. അപ്പോൾ ഞാൻ വീണ്ടും പറയുന്നു, ഈ മുത്തില്ല എന്നുള്ളതൊരു കംപ്ലൈൻ്റ് അല്ല. അത് നമ്മൾ ഇട്ടപ്പോൾ ഈ ഫോട്ടോ എടുക്കേണ്ട തിരക്കിൽ അങ്ങൾ പോയപ്പോൾ ഇട്ടപ്പോൾ ഒരെണ്ണം കുറഞ്ഞു പോയി. ഇതൊക്കെ ഇപ്പോൾ പ്ലേറ്റ് ചെയ്ത് വന്ന ഐറ്റംസാണ്. നമ്മൾ ഇതുവരെ കണ്ടതിന് വ്യത്യസ്തമായിട്ടുള്ള ഒരു ലക്ഷ്മിയാണിത് കണ്ടോ. നല്ല ഭംഗിയാണ്. അധികം വലിപ്പമൊന്നുമില്ല.
എന്നാൽ അത്യാവശ്യം വലിപ്പമുണ്ട്. ഇത് സൂഫിമയാണ് വന്നേക്കണേ. അപ്പോൾ ഇതിൻ്റെ എങ്ങനെയാണെന്ന് വെച്ചാൽ ചിലർ സൂഫിയുടെ കുഞ്ഞ് ജിമിക്കിയുണ്ട്, അല്ലെങ്കിൽ സ്റ്റഡ് ഉണ്ട്, അങ്ങനെയൊക്കെയാണ് കൊണ്ടുപോകാറ്. പിന്നെ സൂഫിയുടെ വള സ്പ്ലിറ്റ് ബാങ്കിളുണ്ട്, മോതിരണ്ട്. അപ്പോൾ അങ്ങനെയും കൊണ്ടുപോകാറുണ്ട് ഇത്. അല്ലെങ്കിൽ ലക്ഷ്മിയുടെ സെറ്റ് ഇടാം, അതെങ്ങനെ വേണമെങ്കിൽ ആവാം. പച്ച മാത്രമേ ഇതിൽ വരുന്നുള്ളൂ കേട്ടോ, വേറൊരു കളറും ഇല്ല. അപ്പോൾ ഇത് ഇതാ ഇങ്ങനെ ഒരു സംഭവം. ഇതിൻ്റെ ബാക്ക് ഞാൻ കാണിച്ചു തരാം. ഇതുമ്പോൾ വൈറ്റ് സ്റ്റോണാണുള്ളത് കേട്ടോ, വൈറ്റ് സ്റ്റോൺസാണ്. ഇതാ ഇങ്ങനെയാണ് അതിൻ്റെ സംഭവം വരുന്നത്. ഉണ്ടോ, നല്ല ഭംഗിയുള്ള ഒരു ഐറ്റാണ് ഇത്. നമ്മളുടെ കയ്യിൽ നിന്ന് എനിക്ക് തോന്നുന്നു നമ്മൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ, അതായത് ഞാൻ ഓൺലൈൻ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ തൊട്ട്, അതായത് 4 വർഷമാണത്. അപ്പം തൊട്ട് ഏറ്റവും കൂടുതൽ പോയിട്ടുള്ള ഒരു മാലയാണിത്. ഇനിയിപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ കൂടുതൽ പീസുകളൊന്നുമില്ല, പാറ്റേണുകൾ പുതിയത് വരും തോറും ആൾക്കാർ ഇപ്പോൾ എത്ര പുതിയത് വന്നാലും ഇതിനോടാണ് എല്ലാവർക്കും ഒരു കമ്പം. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതുമ്പോൾ ഓരോന്നുമേയും ഓരോ ലക്ഷ്മിയാണ്. കണ്ടോ, മറ്റേതുമൊക്കെ നമ്മൾ ബോളും അതും ഇതൊക്കെ കാണുമ്പോൾ ഇതുമ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം കാണുന്നുണ്ടെന്ന് എനിക്കറിയില്ല. ഓരോന്നുമേയും കണ്ടോ ഓരോ ലക്ഷ്മിയാണ്. അപ്പോൾ ഇതൊരു ട്രഡീഷണൽ മാലയായിട്ട് യൂസ് ചെയ്യാവുന്ന സംഭവമാണ്. ലക്ഷ്മി മാല എന്നാണ് ഇതിന് പേര് തന്നെ, കാരണം ഫുൾ ലക്ഷ്മിയാണ്. കണ്ടോ, ഇതൊക്കെ വന്നിട്ട് ഇവിടെ ലോക്കറ്റുമ്പോൾ ഒന്നുമില്ല, ലോക്കറ്റുമ്പോൾ പൂവും റൂബിയൊക്കെയാണ്. ഒരു പ്രത്യേക ഭംഗിയുള്ളൊരു മാലയാണ് കേട്ടോ. അതാ ഇങ്ങനെയാണ് അതിൻ്റെ ഫുൾ ഇമേജ് വരുന്നത്. ഞാൻ ഇതുവരെ ഒന്നിൻ്റെ ഫുൾ ഇമേജ് കാണിച്ചിട്ടില്ല, കാരണം ഒക്കെ പ്ലെയിൻ ആയിരുന്നു. ഇതാണ് അങ്ങനെ വരുന്ന ഒരു മാല. ഇനി ഇതിൻ്റെ ബാക്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് ഇറക്കം കൂടുതൽ വേണമെങ്കിൽ നമ്മൾ ഉർവശി പോലത്തെ, അതായത് ഇതുപോലത്തെ മാല ഉണ്ടല്ലോ, ഇതുപോലത്തെ മാല നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്ത് ഇടും. അപ്പോൾ കുറച്ചും കൂടി സാരിമാല പോലെ വേണമെങ്കിൽ അങ്ങനെയും യൂസ് ചെയ്യാം. അതായിരിക്കും കുറച്ചും കൂടി ഭംഗി. അപ്പോൾ ഇത് നല്ല വെയിറ്റും ഒക്കെയുള്ള മാലയാണ് കേട്ടോ. അപ്പോൾ കല്യാണങ്ങൾക്കാണ് ഇത് മെയിനായിട്ട് കൊണ്ടുപോകാറ്, മണവാട്ടികൾക്ക് വേണ്ടിയിട്ടാണ്. ബ്രൈഡ്സിൻ്റെ സെക്ഷനിലേക്കുള്ള സംഭവം പ്രീമിയം ഐറ്റത്തിൽ പെട്ടതാണ് കേട്ടോ ഇത്. അപ്പോൾ അങ്ങനെ ഇത് ഭയങ്കര ഭംഗിയാണ് കാണാനായിട്ട്. കണ്ടോ, ഇനി ഇതിൻ്റെ തന്നെ പേളായിട്ട് സ്റ്റഡ് നമ്മുടെ കയ്യിൽ കാണും, ഡ്രോപ്സ്. അത് നിങ്ങൾ അത് നോക്കിയാൽ അറിയാം, നമ്മുടെ വീഡിയോയിലുണ്ട്, അതിൽ നോക്കിയാൽ അറിയാം കേട്ടോ. അപ്പോൾ ഇത് നല്ല മാലയാണ്. ആരുടെയെങ്കിലും കല്യാണം ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ കല്യാണപ്പെണ്ണിൻ്റെയോ കല്യാണച്ചക്കൻ്റെയോ ക്ലോസ് ആയിട്ടുള്ള അമ്മയോ നാത്തൂനോ അവർക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ ഒരു മാലയാണ് കേട്ടോ. അപ്പോൾ സ്റ്റോക്ക് തീരുന്ന ഇത് ഞാൻ പറഞ്ഞില്ലേ, ഇനി ഞാൻ റീസ്റ്റോക്ക് ചെയ്യുന്നില്ല. കാരണം കണ്ടമാനം 3-4 വർഷമായിട്ട് ഇതിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇനിയിപ്പോൾ അത് വേണ്ട, ഒന്ന് മാറ്റി പിടിക്കാൻ വെച്ചു. കാരണം എല്ലാവരും ഒരുപോലെ ഇട്ട് കഴിഞ്ഞാൽ അതിനൊരു ഭംഗി ഉണ്ടാവില്ലല്ലോ. അപ്പോൾ അങ്ങനെ കേട്ടോ. അപ്പോൾ ഇത് ആവശ്യമുള്ളവർ പറയാം. ഒരൊറ്റ ഇതും വേറൊരു പീസും കൂടി സെയിം ഉള്ളൂ. ഞാനിതിൻ്റെ ബാക്ക് കാണിച്ചു തരാൻ വിട്ടുപോയി. അപ്പോൾ ഇത് ഇങ്ങനെയാണ്, നല്ല വെയിറ്റുള്ള കാരണേ കാണിക്കാൻ ഒരു പാടാണ്. കണ്ടോ, ഇതിങ്ങനെയാണ് അതിൻ്റെ ബാക്ക് വരുന്നത്. കണ്ടോ, ഇങ്ങനെ കണ്ടോ, കല്ലിങ്ങനെ അടച്ച് കെട്ടിയേക്കാണ്. ഇങ്ങനെയാണ് അതിൻ്റെ സംഭവം കേട്ടോ. ഇത് കണ്ടു, ഇതുവരെ കാണാത്ത ഒരു പാറ്റേണാണ്. ഇതെന്ത് ഭംഗിയാണെന്നറിയോ, ഇത് നഗാസിലൊക്കെ പെട്ട സംഭവമാണ്. ഇത് വേണമെങ്കിൽ മാറ്റിൽ നമുക്ക് പ്ലേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഇതുപോലെ ഗോൾഡ് ഫിനിഷിൽ പ്ലേറ്റ് ചെയ്യാം. ആൻറ്റിക്കിൽ വരുന്നുണ്ട്, ഏത് വേണമെങ്കിലും ഉണ്ട് നമ്മുടെ കയ്യിൽ. അപ്പോൾ ഇത് ഹെവിയാണ്. ഇതാ നോക്കൂ കേട്ടോ, ഇത് നമ്മുടെ ലോങ് ചെയിനാണ്. ഇങ്ങനെയാണ് ഇത് വരുന്നത്. കണ്ടോ, ഇങ്ങനെ ഇത് ഇത്ര ഇറക്കത്തിലാണ് കാണുന്നത്. പിന്നെ അവിടെ നിന്ന് ഇങ്ങനെ വരും, ഇങ്ങനെ വന്ന് ഇങ്ങനെ ഇടാമെന്നാണ് ഞാൻ നേരത്തെ പറഞ്ഞത് കേട്ടോ. മറ്റേ മാലയ്ക്ക് ഇറക്കം കൂട്ടാനായിട്ട് ഇതിങ്ങനെ ഓൾറെഡി ഇങ്ങനെ തന്നെയാണ് വരുന്നത്. കാരണം ഇത് എന്താ പറയുക, 8 പിടിയിൽ കിടന്ന അത്ര ഭംഗി ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് ഇത് വരുന്നതേ ഇങ്ങനെയാണ് കേട്ടോ. നല്ല ഭംഗിയുള്ളൊരു ഐറ്റാണ്. കല്യാണങ്ങൾക്ക് ഇപ്പോൾ സ്വർണ്ണം എടുക്കുമ്പോൾ അതിൽ നമ്മൾ മാലകൾ ഇടുമ്പോൾ കുറേ പേര് റെൻറ്റിന് എടുക്കാറുണ്ട്, കുറേ പേര് കയ്യിൽ ഇതനുസരിച്ച് ചെയ്യാറുണ്ട്. ഇതിപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരെണ്ണം വാങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നീട് ഉപയോഗിക്കാം. പിന്നെന്താ പറയുക, റീപ്ലേറ്റ് ചെയ്ത് യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ അത് ശരിക്കും റെൻറ്റിൻ്റെ വില തന്നെയാണ് ഈ ഐറ്റത്തിന് വരുന്നുള്ളൂ, പ്രത്യേകിച്ച് നമ്മുടെ ഹോൾസെയിൽ റേറ്റിലാണ്. അപ്പോൾ അതുകൊണ്ട് ആവശ്യക്കാർ ഒന്ന് പറഞ്ഞാൽ മതി. ഇതിൻ്റെ തന്നെ വൈറ്റ് ഉണ്ട്, പക്ഷേ വൈറ്റ് ഇപ്പോൾ എൻ്റെ കയ്യിൽ സ്റ്റോക്കില്ല. റൂബിയാണ് ഇപ്പോൾ എൻ്റെ കയ്യിൽ സ്റ്റോക്കുള്ളത്. ഇതാണ് ഞാൻ പറഞ്ഞില്ലേ, ഞാൻ പേഴ്സണലി എനിക്കിഷ്ടം റൂബി ആയതുകൊണ്ട് ഒരുവിധമൊക്കെ റൂബിയാണ്. അപ്പോൾ അങ്ങനെ കേട്ടോ. അപ്പോൾ ഇതും ഇതുപോലെ നല്ലൊരു ഐറ്റാണ്. അപ്പോൾ നിങ്ങൾക്കിതെല്ലാതും ഒരുപോലെ ഇഷ്ടമായി എന്ന് എനിക്കറിയാം. പക്ഷേ നമുക്ക് ഏതെങ്കിലും 1-2 ഒക്കെ അല്ലേ വാങ്ങിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അത് ഇഷ്ടമുള്ളത് ഏതാണെന്ന് വെച്ചാൽ നിങ്ങൾ വേഗം ഓർഡർ ചെയ്യുക. ഇനി ഒരെണ്ണം കൂടി ഉണ്ട്, അതും കൂടി ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇത് എന്താ സംഭവം എന്ന് വെച്ചാൽ ഇങ്ങനെ ലോക്കറ്റ് സെപ്പറേറ്റ് വരണതാണ്. കണ്ടോ,
ഇങ്ങനെ സെപ്പറേറ്റ് വരുന്ന ലോക്കറ്റാണ്. അത് നമ്മൾക്ക് ഇഷ്ടമുള്ള മാലേമ നമ്മൾ ഇടുകയാണ്. അപ്പോൾ എപ്പോഴും ഇതുപോലെ കനമുള്ള മാലയും ഇടാണ് ഇതിന് ഇങ്ങനെയുള്ള ലോക്കറ്റുകൾക്ക് ഭംഗി. കണ്ടോ, ഇങ്ങനെയാണ് ഇതിൻ്റെ സംഭവം പണി വരുന്നത്. ഇതിപ്പോൾ 8 പിടിമയാണ് നമ്മൾ കോർത്തിട്ടേക്കണത് കേട്ടോ. ഇതാ കണ്ടോ, ഇതാ 8 പിടിമയാണ് അങ്ങനെ കോർത്തേക്കണത്. നല്ല ഭംഗിയുള്ളൊരു മാലയാണ് കണ്ടോ. അപ്പോൾ നിങ്ങൾക്കിതിലേതാണോ ഇഷ്ടമായത് വേഗം പറയുക, വേഗം ഓർഡർ തരാം. ഇതൊക്കെ ഇപ്പോൾ നമ്മുടെ കയ്യിൽ പ്ലേറ്റ് ചെയ്ത ഐറ്റംസാണ്. കാരണം വിഷു പ്രമാണിച്ച് എല്ലാം പ്ലേറ്റ് ചെയ്ത് കൊണ്ടുവന്ന ഐറ്റംസാണ്. അപ്പോൾ നിങ്ങൾ ഇന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഇന്ന് പറ്റില്ല, ഇന്നിപ്പോൾ 2 മണി കഴിയുമ്പോൾ പോസ്റ്റിംഗ് കഴിയും. അപ്പോൾ ഒന്നെങ്കിൽ കൊറിയർ അയച്ചാൽ നിങ്ങൾക്ക് നാളെയും കഴിഞ്ഞ്, കൊറിയർ ആണെങ്കിൽ ഇന്ന് രാത്രി അയച്ചാൽ നാളെ കിട്ടും, അല്ല നാളെ ഉച്ചയ്ക്ക് അയച്ചാൽ മറ്റന്നാൾ കിട്ടും, അല്ലെങ്കിൽ സ്പീഡ് പോസ്റ്റോ കൊറിയറോ എങ്ങനെ വേണമെങ്കിൽ അയച്ചാൽ നിങ്ങൾക്ക് വിഷുവിന് മുമ്പ് കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് വേഗം, അല്ലെങ്കിൽ കല്യാണങ്ങൾക്ക് ആർക്കാണോ ആവശ്യം അവരെൻ്റെ ഇവിടെ കൊടുത്തിരിക്കുന്ന നമ്പറിലേക്ക് ജസ്റ്റ് ഒന്ന് മെസ്സേജ് ചെയ്യാം. അപ്പോൾ ഓക്കെ, അപ്പോൾ നമുക്ക് നാളെ കാണാം കേട്ടോ.